എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുർക്കി യാത്രയിലെ ഒരു രസകരമായ ഒരു അനുഭവത്തെ പറ്റിയാണ്. അപ്പോൾ തുർക്കിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇത് ഒരു പ്രത്യേക അനുഭവമാണ്, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം തുർക്കിയിൽ നമ്മൾ ആദ്യം പോയത് ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പഡോക്യയിലായിട്ടാണ് പോയത്. അപ്പോൾ രണ്ടും നമ്മൾ ഫ്ലൈറ്റിലാണ് ഇൻറ്റേർണലി ട്രാവൽ ചെയ്തത്. കാരണം ഇസ്താംബുളിൽ നിന്ന് ഏകദേശം 55 മിനിറ്റ്സോളം ട്രാവലുണ്ട് കപ്പഡോക്യയിലേക്ക്. അപ്പം നമ്മൾ കപ്പഡോക്യയിൽ പോയി. അപ്പം അവിടെ ധാരാളം വാലീസൊക്കെ ഉണ്ട്. ഒരു 16 വാലികൾ അവിടെയുണ്ട്. അപ്പോൾ അതിലെ ഒരു 3 പ്രധാനപ്പെട്ട വാലികളാണ് നമ്മൾ പ്രധാനമായിട്ടും വിസിറ്റ് ചെയ്ത്. നമുക്ക് അതിൽ കൂടുതൽ നടക്കാനായിട്ട് ഏത് വിസിറ്റിന് പോകുന്ന ആളുകൾക്കും അതിൽ കൂടുതൽ നടന്ന് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റില്ല. കാരണം അവിടെ കാറിൻ്റെ ഒരു മറ്റു വെഹിക്കിൾ ആ ഒരു സ്ഥലത്തൂടെ ട്രാവൽ ചെയ്യാനായിട്ട് അവർ സമ്മതിക്കുകയില്ല. ബിക്കോസ് അത് വളരെ പുരാതന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു കാര്യമായതുകൊണ്ട് അത് നന്നായി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാൽനടയായിട്ട് തന്നെ പോയി വേണം അവിടുത്തെ ഓരോ വാലികളും അതിൻ്റെ ഓരോ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ഒരു ദിവസം തന്നെ 20,000 സ്റ്റെപ്പോളം നമ്മൾ നടന്നിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാനും ജോൺസിയും മീനും കൂടെ നടന്ന് ഞങ്ങൾ ഏകദേശം വൈകുന്നേരം വരെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെറിയ ഷോപ്പിങ്ങുകൾ ചെയ്തു. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ ആകെപ്പാട് അവശതയായി കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ലഞ്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് എന്താണ് പ്ലാന്, നിങ്ങൾക്ക് റൂമിൽ പോകണോ അതോ വേറെ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകണോ എല്ലാം ചോദിച്ചു. അപ്പോഴാണ് മീനു പറഞ്ഞത്, ഈ തുർക്കിയിൽ ഇവിടുത്തെ മസാജിങ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇനിയും ഒരു 2-3 മണിക്കൂർ സമയമുണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് ആ ഒരു മസാജ് ട്രൈ ചെയ്തുകൂടാ? കാരണം നമ്മുടെ എല്ലാം കാലിനും ബോഡിക്കും എല്ലാം വേദനയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ആ മസാജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളും ഓർത്തു അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ഗൈഡിനോട് ചോദിച്ചപ്പോൾ അവർ ഈ മസാജിങ് സെൻറ്ററിന് പറയുന്നത് ഹമാം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഹമാം അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പുള്ളി കൊണ്ടുപോകാമെന്ന് ഏറ്റു. അപ്പം പുള്ളി പറഞ്ഞു അദ്ദേഹം അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്യാം, പക്ഷേ നമ്മൾ അവിടുന്ന് ടാക്സി എടുത്ത് ഉറുഗു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ആ സ്ഥലത്ത് നമ്മൾ തന്നെ ടാക്സി എടുത്ത് മസാജ് കഴിയുമ്പോൾ നമ്മൾ പൊക്കോണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതെല്ലാം സമ്മതിച്ചു. അപ്പം ആദ്യം ചെന്ന ഏകദേശം സമയം 7 മണിയോടടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മസാജിങ് സെൻറ്റർ അല്ലെങ്കിൽ ഹമാമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു അത് ഫുള്ളാണ്, കാരണം അതുപോലെ തിരക്കാണ് അവിടെ. അപ്പോൾ അത് ഫുള്ളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഗൈഡ് എഗെയിൻ അടുത്ത ഒരു മസാജിങ് സെൻറ്ററിലേക്ക് പോയി. അവിടെ അത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, അവിടെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും മസാജ് ചെയ്യാം എന്നോർത്തുകൊണ്ട് നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ നമ്മൾ ഈ പല സ്ഥലത്തും ടൂർ പോകുമ്പോൾ പല ഹോട്ടലുകളിലും നമ്മളിങ്ങനെ സ്പായൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സ്പാ ചെയ്യുമ്പോഴെല്ലാം എന്താ പറയുന്നത്, നമുക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ സിംഗിളായിട്ട് ഓരോ റൂമിലും കൊണ്ടുപോയി നമുക്ക് സ്പാ ചെയ്യാൻ നല്ലൊരു റിലാക്സേഷനാണ് അത് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ എന്താണ് സ്പെഷ്യൽ എന്നറിയാനാണ് ഞങ്ങളിവിടെ ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്പായല്ല മസാജിങ് ആണ് അവരത് ഓപ്ഷൻസ് തന്നത്. അപ്പോൾ മീനൂന് വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള ഒരു മസാജ് അവർ ചെയ്തു. അപ്പോൾ ജോൺസി ആണെങ്കിൽ എടുത്തത് ഒരു റിലാക്സേഷനോട് കൂടിയിട്ടുള്ള ഒരു മസാജിങ്ങാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മെഡിക്കൽ മസാജാണ്, കാരണം എൻ്റെ കാലെല്ലാം ഭയങ്കരമായിട്ട് വേദന എടുത്തു. അപ്പോൾ അവരത് തിരുമ്മിയൊക്കെ തരുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അപ്പം അവിടെ ചെന്നു. അപ്പം അതിന് ഏകദേശം അയർലൻഡിലെ അതേ മസാജിങ്ങിനുള്ള അതേ ചാർജ് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ അവിടെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീകൾക്കായിട്ട് ബേസ്മെൻറ്റിൽ ഒരു വലിയ ഒരു സെഷനാണ്. അപ്പം ആ സെക്ഷനിൽ ലേഡീസ് മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മൊബൈൽ അതിൻ്റെ അകത്തോട്ട് അലൗഡുമല്ല. അതുപോലെ തന്നെ മുകൾ ഭാഗത്താണ് ജെൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ലേഡീസിനെ മസാജ് ചെയ്യുന്ന ലേഡീസാണ്
ജെൻസിനെ മസാജ് ചെയ്യുന്ന ജെൻസുമാണ്. അപ്പോൾ നമ്മളത് ബുക്കിംഗ് എല്ലാം എടുത്ത് നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അപ്പം ഇവർ ആക്ഷൻ കാണിക്കുകയും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്ത് ഏകദേശം കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞൊക്കെയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഗൈഡ് മെയിനായിട്ടുള്ള ഇൻസ്ട്രക്ഷനെല്ലാം ഞങ്ങൾക്ക് തന്നിരുന്നു. പക്ഷേ എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ അവരുടെ തുർക്കി ലാംഗ്വേജിൽ തരുന്നത് കൊണ്ട് നമുക്കത്ര മനസ്സിലാകുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അവർ നമ്മളോട് പറഞ്ഞു, ഫസ്റ്റ് നിങ്ങൾ എന്താ പറയുന്നത്, പുറത്ത് വന്നിട്ട് ആദ്യമേ തന്നെ ഷവർ എടുത്തിട്ട് നിങ്ങൾ അവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിലോട്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആദ്യം ഷവർ എടുത്തത് ഞാനാണ്. ഞാൻ എടുത്തിട്ട് ഞാൻ ആദ്യം ആ ഒരു ഹോളിലോട്ട് ചെന്നു. അപ്പോൾ ആ ഹോളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഡയഗണലായിട്ടുള്ള ഒരു വലിയൊരു പീഠം പോലത്തെ, പീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്ലാബ് ടൈൽസ് എല്ലാം ഇട്ട് ഒരു വലിയ ഇതാണ് നടുക്ക്. പണ്ടത്തെ രാജാക്കന്മാർ അവരുടെ കുറേ ഇതെല്ലാം എന്താ പറയുന്നത്, കോൺഫറൻസ് എല്ലാം കൂടുമ്പോൾ അവിടെയെല്ലാം സഭ കൂടുമ്പോൾ ഇരിക്കുന്ന പോലെ നടുഭാഗത്തൊരു ഡയഗണൽ രീതിയിൽ ഒരു പൊങ്ങിയ ഒരു സ്റ്റേജ് പോലെ ഒരു വലിയ ഒരു പ്രതലമുണ്ടായിരുന്നു. അതിൻ്റെ സൈഡുകളിലായിട്ട് കുറച്ച് എന്താ പറയുന്നത്, ഈ നമ്മുടെ വാഷ് ബേസിന് പഴയ കാലത്തെ പ്രാചീന രീതിയിലുള്ള ഇങ്ങനെ വാഷ് ബേസിനാണ്, അതിലിങ്ങനെ വെള്ളം വീണുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായി കയറി ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. അപ്പം കയറി ചെല്ലുമ്പോഴേ തന്നെ ഈ ലേഡീസ് എല്ലാം ഉണ്ടല്ലോ, അവർ 2 പീസ് ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ നിൽക്കുന്നത്, മസാജിനുള്ള ലേഡീസ്. അപ്പം നമുക്കൊരു ടവലാണ് ഉടുക്കാനായിട്ട് തരുന്നത്. അപ്പം നമ്മൾ ഈ ടവൽ എടുത്തിട്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ലേഡി മുമ്പോട്ട് വന്നിട്ട് ഇവിടെ കിടക്കാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ കിടക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരെ ടവൽ അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് കിടക്കാൻ പറഞ്ഞു. നമുക്കത് ഭയങ്കര റൂഡായിട്ട് തോന്നി. ഞാനങ്ങ് ഒരുമാതിരി ആയിപ്പോയി. കാരണം നമ്മൾ ഹോട്ടലിലെല്ലാം പോകുമ്പോൾ സ്പാ ചെയ്യുമ്പോൾ നമ്മളെ കവർ ചെയ്തിട്ടാണ് കിടത്തുന്നത്. പക്ഷേ ഇവർ യാതൊരു മടിയും കൂടാതെ കിടക്കെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാനെപ്പോൾ ഓർത്തെ ഇതും എനിക്ക് സ്പാ ചെയ്യുന്ന സ്ഥലമാണ്, സാരമില്ല കുഴപ്പമില്ലെന്ന് ഓർത്തു. അപ്പോൾ വേറെ 3-4 ലേഡീസും കൂടെ അവിടെ നിൽപ്പുണ്ട് ഈ മസാജ് ചെയ്യാനുള്ളവർ. അവരെല്ലാം ഈ 2 പീസ് ഡ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഒരിക്കലും ഓർത്തില്ല അവരെയും ഇവിടെയാണ് കൊണ്ടുവരുന്നതെന്ന്. ഞാൻ വിചാരിച്ചില്ല ജോൺസിയെയും മീനുവിനെയെല്ലാം ഇവിടെയാണ് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ കിടന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അടുത്തത് മീനു കയറി വന്നപ്പോഴത്തേക്കും മീനുവിനും അറിയില്ലല്ലോ, മീനുവിനെ അങ്ങനെ തന്നെ ആ ഡയഗണലായിട്ടുള്ള ആ ഒരു സ്റ്റേജിൻ്റെ സൈഡിൽ അവളെയും കിടത്തി. അത് കഴിഞ്ഞപ്പോൾ ജോൺസിയെയും. അപ്പോൾ എല്ലാവരും അങ്ങ് സർപ്രൈസായി കരയാൻ പോകുന്ന പോലെ ആയിപ്പോയി. ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അപ്പോൾ ഞങ്ങളെല്ലാം വെറുതെ കിടത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും കുറേ തുർക്കിഷ് പെണ്ണുങ്ങളും അവിടെ മസാജിങ്ങിന് വന്നിട്ടുണ്ട്, ലണ്ടനിൽ നിന്ന് വന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ ഡയഗണലായിട്ടുള്ള ഈ സ്റ്റേജിൻ്റെ ഓരോ വക്കിൽ കൂടി ഇങ്ങനെ നീട്ടത്തിൽ ഇതുപോലെ കിടത്തി കഴിഞ്ഞിട്ട് ഈ അവിടെ റെഡിയായിട്ട് നിന്ന് ഈ ലേഡീസ്, ഈ 2 പീസ് ഇട്ട് നിൽക്കുന്ന ലേഡീസ്, അവരിങ്ങ് വന്നിട്ട് അവരാദ്യമേ തന്നെ ചെയ്തത് ഈ കയ്യിൽ ഒരു ഗ്ലൗസ് ഇടും. അതായത് നല്ല അരമുള്ള ഗ്ലൗസ്, അരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രിക്ഷൻ ഉള്ള ഗ്ലൗസ് ഇവരുടെ കയ്യിലിടും. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ തിരുമുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുന്നത്, നമ്മൾ സ്ക്രബ്ബർ ഇട്ടോ ഉരയ്ക്കുന്ന പോലത്തെ അതേ ഫീലാണ്. അതായത് ചെളി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരാദ്യം കൊണ്ടുപോയി ആ സൈഡിലുള്ള വാഷ് ബേസിൻ പോലത്തെ ഇതില്ലേ, അതിനകത്ത് ചൂടുവെള്ളം വീണുകൊണ്ടിരിക്കും. ആ ചൂടുവെള്ളം കൊണ്ടുപോയി നമ്മുടെ ദേഹത്തോട്ട് ഈ കപ്പ് വെച്ച് കോരി ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഈ എന്താ പറയുന്നത്, ഈ സ്ക്രബ്ബർ പോലത്തെ സാധനം, ഒരു സോപ്പ് പോലത്തെ ഒരെണ്ണം വെച്ചിട്ട് ഇവർ നമ്മുടെ ബോഡി ഒരച്ചൊരച്ച് അവരങ്ങോട്ട് കഴുകിയിട്ട് പിന്നെ ഈ വാഷ് ബേസിനിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് നമ്മുടെ ദേഹത്തോട്ട് ഒഴിക്കണം. അപ്പോൾ ഇതൊരു പരിപാടി ഞാനിങ്ങനെ കണ്ടിരിക്കുന്ന ഈ ജയിലിലൊക്കെ ആൾക്കാർ ഒന്നിച്ച് നിന്ന് കുളിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഈ സിനിമകളിലൊക്കെ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അതുപോലത്തെ ഒരു പരിപാടിയാണ്. എല്ലാവരും ഒന്നിച്ചാണ് കുളിപ്പിക്കുന്നത്. അപ്പം ഒരേ സ്റ്റെപ്പാണ് ഇവരെല്ലാം ഇത്രയും പേർക്ക് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം
ഇവർ ആദ്യം ഈ സ്ക്രബ്ബ് വെച്ചിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പില്ലോ കവർ പോലത്തെ ഒരു സാധനം, ഒരു മൽമലിൻ്റെ ഒരു തുണി പോലത്തെ വൈറ്റ് കളറ് പില്ലോ കവർ പോലത്തെ ഒരു സാധനം ഇവരുടെ കയ്യിലെടുത്തു. അപ്പോൾ ഈ വട്ടത്തിൽ നിൽക്കുന്ന എല്ലാ ലേഡീസും അതിനകത്ത് നിറച്ച് സോപ്പാണ്, സോപ്പിൻ്റെ പത. എന്നിട്ട് ഇവരെന്നാ ചെയ്യുന്നത്, ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വീശും. വീശി ആ പത അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് കൊമ്മള പോലെ ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ആ പില്ലോ കവറിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഈ പത മുഴുവൻ നമ്മുടെ മുഖം മുതൽ കാലിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഞെക്കിയിടും. അപ്പോൾ നമ്മൾ ഫുള്ള് ഈ ഒരു പതയ്ക്കകത്ത്, ഫ്രോത്തിനകത്ത് മുങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മുങ്ങി കിടക്കുന്ന ഈ സമയത്ത് അവരത് വെച്ചിട്ട് ഒരച്ച് തലങ്ങും വിലങ്ങും മറിച്ച് മുക്കിയിട്ടുകൊണ്ട് ഒരച്ച് നമ്മളെ കുളിപ്പിച്ചൊരു പരുവാക്കിയെടുത്ത്. അത് കഴിഞ്ഞിട്ട് അവർ, എനിക്കാണെങ്കിൽ അവിടെ നിന്ന് ഓടിയൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ. നമുക്ക് ആ മസാജിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ കുളിപ്പിക്കലിൻ്റെ സുഖം ഒന്നും അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മളാകെ ഷോക്ക്ഡായി പോയിരിക്കല്ലേ. അപ്പോൾ എല്ലാവരും അത് തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഭാഷയിൽ പറയാനും ബുദ്ധിമുട്ട്, കാരണം അവിടെ വേറെ ലാംഗ്വേജ് എല്ലാം സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം ഞങ്ങളെല്ലാം മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ പിന്നെയും വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് കുളിപ്പിച്ച് എണീക്കാൻ പറഞ്ഞു. എണീറ്റ് ഞങ്ങളെല്ലാവരും കൂടെ എണീറ്റിരുന്നിട്ട് നമുക്ക് വേറെ ഒരു ടവൽ തന്നിട്ട് അടുത്ത മുറി കാണിച്ചിട്ട് പറഞ്ഞു ആ മുറിയിൽ പോയിരിക്കാനായിട്ട് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു ചായയോ പിന്നെ എന്തോ ജ്യൂസ് പോലത്തെ എന്തോ ഒരു വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അതോ എന്താണെന്ന് വെച്ചാൽ കുടിച്ചിട്ട് അവിടെ റിലാക്സ് ആകാൻ പറഞ്ഞു. അപ്പോൾ അത് കുടിച്ച് ഞങ്ങൾ റിലാക്സായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ഇതുപോലെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സെൻറ്ററിലായിട്ടാണ്. അവിടെ കൊണ്ടുപോകുമ്പം ഒരു 4-5 ബെഡുണ്ട്. ആ 4-5 ബെഡിനകത്ത് നമ്മളെല്ലാം ഇതുപോലെ നിരത്തി കിടത്തിയിട്ട് അവിടെയാണ് ഇരുട്ട് മുറിയാണ്. ഇരുട്ട് മുറിയിൽ അവർ നമ്മളെ കൊണ്ടുപോയി കിടത്തിയിട്ട് പിന്നെ മസാജിങ് ആണ്. അപ്പം ഈ നല്ല അരോമ ഉള്ള ഓയിൽ, നല്ല മണമൊക്കെയുള്ള ഓയിൽ എല്ലാം വെച്ചിട്ട് നമ്മളെ ഫുള്ള് മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മസാജ് ഓക്കെയാണ്. നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയുർവേദ മസാജ് ചെയ്യുന്ന പോലെ തന്നെയുള്ള മസാജാണ്. പക്ഷേ അത്രയും ശക്തിയായിട്ടല്ല അവർ ചെയ്യുന്നത്, വളരെ നമുക്ക് സൂത്തിങ് എഫക്റ്റ് തരുന്ന രീതിയിലുള്ളൊരു മസാജാണ്. എനിവേ ആ മസാജ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റിയത്. അപ്പം ഓരോരുത്തർക്കും അവർ കയ്യിൽ ഒരു ബാൻഡ് പോലെ ഇട്ട് തരും. അപ്പോൾ ഓരോ കളർ കോഡാണ്, ആ കളർ കോഡ് അനുസരിച്ചാണ് അവർ മസാജ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മെഡിക്കൽ മസാജാണ്, ജോൺസിയുടെ റിലാക്സേഷനാണ്, മറ്റേ മീനുവിൻ്റെ എന്താ പറയുന്നത് സാധാരണ മസാജുമാണ്. അപ്പോൾ അതിൻ്റെ കളർ കോഡ് അനുസരിച്ചാണ് അവർ മസാജ് ചെയ്യുന്നത്. അപ്പം ഈ ലേഡീസിൻ്റെ ഒക്കെ ഒരു എന്നാ പറയുന്നത്, നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പേടി തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ജിമ്മിലൊക്കെ പോയി വന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രോങ് ബോഡിയും പിന്നെ അവരുടെ ആ ഒരു അറ്റയറും അവരുടെ ആ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മൾ പരിചിതമല്ലാത്ത ഒരു രീതിയാണല്ലോ. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് അത് എന്നാ പറയുന്നത്, അത്രയങ്ങ് എന്താ പറയുന്നത്, ആ മസാജ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ നമുക്കൊരു വല്ലാത്ത ഒരു ചളിപ്പോ അല്ലെങ്കിൽ ഒരു നാണമോ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഗ്രൂപ്പായിട്ടുള്ള മസാജിങ് ആണ് അവിടെ നടന്നത്. എൻ്റെ ലൈഫിൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഞങ്ങൾ കുറേ സമയം ചിരിച്ച് ഞങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയായി. എന്താണേലും ഈ തുർക്കിയിലെ മസാജിന് പോകുന്ന ആൾക്കാർ ഇതുപോലെ ഒരു ഷോക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചോണം. അറിയാൻ വയ്യാതെ അവിടെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അവർ തല മുതൽ വിരൽ വരെ അവരെ ഇതുപോലെ കുളിപ്പിച്ച് പതപ്പിച്ച് മസാജ് ചെയ്ത് നിങ്ങളെ കയ്യിൽ തരും. അതുകൊണ്ട് തുർക്കിയിൽ മസാജിന് പോകുന്നവർ ഇതുപോലെ ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പം അതാണ് നമ്മുടെ തുർക്കിയിൽ മറക്കാനാവാത്ത ഒരു അനുഭവം.